സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഐഫോണിൽ സ്ക്രീൻഷോട്ട് എടുക്കുന്നവർക്കുള്ള 3-4 ടിപ്സുകളും ട്രിക്കുകളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. ആൻഡ്രോയിഡ് ഇജ്ജങ്ങട്ടായി എണീച്ച് വരുന്നത് ഇത് ഐഫോണുകാർക്കുള്ളതാണ്. ആടാ പോങ്ങടാ, എപ്പ பார்த்தாலும் ആപ്പിള് ഐഫോൺ ഇങ്ങിട്ട്. അപ്പോൾ എങ്ങളെ മാതിരി ആൻഡ്രോയിഡ് യൂസേഴ്സ് എല്ലാം എന്നെ പണുവാങ്ക. നീ എന്ത് ചെയ്യാന്ന് വെച്ചാൽ 2 കാര്യങ്ങൾ ചെയ്യാൻ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റിയത് അതേ ഉള്ളൂ. ഒന്നുകിൽ ഏതെങ്കിലും പ്ലേ സ്റ്റോറിൽ കിട്ടുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിന്റെ സഹായത്തോടു കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അതും ഈ പറഞ്ഞ ഐഫോണിൽ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് കിട്ടിക്കോളണമെന്നില്ല കേട്ടോ. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയ മറ്റൊരു കാര്യമാണ് വേഗം ഐഫോണിലേക്ക് സ്വിച്ച് ചെയ്യുക. എന്നാ 2 സ്ക്രീൻഷോട്ട് എടുക്കുന്നതുക്ക് ഐഫോൺ വാങ്ങിക്കണമാ? സ്ക്രീൻഷോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല, വേറെയും ഒരുപാടുണ്ട്. അതൊക്കെ നമുക്കിങ്ങനെ ഓരോരോ വീഡിയോ കൂടെ അങ്ങനെ പറഞ്ഞു കൊടുക്കും. വിജയം കേട്ടോണ്ടി. ஆனால் எங்கள் ஐஃபோனுக்கு ரொம்ப காஸ்ட்லி ஆச்சு ப்ரோ. കുറഞ്ഞ വിലക്ക് ഐഫോൺ കിട്ടുന്ന മാർഗം ഞാൻ പറഞ്ഞുതരാം, അജിനോട് ചോദിക്ക്. ஓகே சரி, எனக்கு நீ வாங்கி தருவே. வீடியோ பார்த்துட்டு நிற்கிறவங்க என்ன செய்வாங்க? அவருக்கு என்ன நீயா வாங்கி கொடுக்க போற? അവരോട് ഞാൻ പറഞ്ഞോളാം. അവരെന്നോട് വാട്സപ്പിൽ വന്ന് ചോദിച്ചോട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കാം. നല്ല വിലക്കുറവിൽ ഐഫോൺ ഇട്ടാനുള്ള മാർഗം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാം. അവർ അങ്ങനെ ചെയ്തോളും. നിനക്ക് വേണോ എന്നോട് ചോദിച്ചോ, ഞാൻ പറയാം. അപ്പോൾ ഐഫോണുകാർക്കാണ് കേട്ടോ. ഐഫോണിൽ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു 3-4 ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഐഫോണുള്ള കൂട്ടുകാർക്ക് വേണ്ടി നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക. അതോടൊപ്പം തന്നെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ സ്ക്രീൻഷോട്ടിൻ്റെ ട്രിക്കുകളെന്ന്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർവരിക്കോടൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം നമുക്ക് ഐഫോണിൽ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ളൊരു ട്രിക്ക് ആദ്യം മനസ്സിലാക്കാം. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ 2 ബട്ടൺ ഉപയോഗിച്ചാണ്. അപ്പോൾ അതിന് പകരം കുറച്ച് റിസ്ക്കുള്ള കാര്യമാണല്ലോ ഈ 2 ബട്ടൺ ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് അസിസ്റ്റന്റ് ടച്ച് എനേബിൾ ചെയ്യുക. ശേഷം അതിലേക്ക് സ്ക്രീൻഷോട്ട് എന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എളുപ്പത്തിൽ ഇതേ രീതിയിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. ഒറ്റ കൈ കൊണ്ട് തന്നെ സിമ്പിളായിട്ട് ചെയ്യാം. നമ്മളൊരു സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. ആ സ്ക്രീൻഷോട്ട് എടുത്തതിൽ നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഭാഗം നമ്മളെ ആർക്കെങ്കിലും അയച്ചു കൊടുക്കണം. അത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അയച്ചു കൊടുക്കണം എന്ന് ഉദ്ദേശിക്കുക. സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പെൻസിൽ ടൂൾ എടുത്തിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ റൗണ്ട് കണ്ടില്ലേ, ഇട്ടെടുത്ത റൗണ്ട് ഒരുമാതിരി വരച്ച പോലെ എന്താ പറയുക, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള റൗണ്ട് ആയിട്ടില്ല അല്ലേ. അപ്പോൾ അത് ഈ പെർഫെക്റ്റ് റൗണ്ട് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ചെയ്യേണ്ടത് റൗണ്ട് ഇടുന്ന സമയത്ത് തന്നെ, ഇപ്പോൾ ഞാനിവിടെ റൗണ്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, റൗണ്ട് ഇട്ട് കൊടുത്തതാ. കുറച്ചൊന്ന് ലോങ് ഇതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ ആ റൗണ്ട് ഒരു ഓവൽ രീതിയിലുള്ള റൗണ്ടാണ് ഞാനിവിടെ ട്രൈ ചെയ്തത്. അപ്പോൾ അതിനനുസരിച്ചുള്ളത് ഇവിടെ വന്നു. ഇനിയിപ്പോൾ നമുക്ക് ഈ ഓവലായിട്ടുള്ള റൗണ്ടല്ല, നോർമൽ റൗണ്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നോർമൽ റൗണ്ടിൽ ഇങ്ങനെ വരുന്നതായിരിക്കും. ഇനി റൗണ്ടല്ല ബോക്സ് ആണെന്നുണ്ടെങ്കിൽ ബോക്സും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ബോക്സ് ആണ് വരച്ചത്. നമ്മൾ ലോങ് പ്രസ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കൃത്യമായിട്ടുള്ള ബോക്സ് വരും. ഇനിയിപ്പോൾ ബോക്സ് അല്ല ട്രയാങ്കിൾ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ട്രയാങ്കിൾ വരക്കുന്ന സമയത്ത് കുറച്ച് നേരം വിരലവിടെ വെച്ച് കഴിഞ്ഞാൽ ആ ട്രയാങ്കിൾ കൃത്യമായിട്ട് ലൈനായിട്ട് വരും. ഇനിയിപ്പോൾ ഒരു ആരോ ആണ് കൊടുക്കണമെങ്കിലോ അത് നമുക്ക് കൃത്യമായിട്ടുള്ള ആരോ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആരോ ഇങ്ങനെ വരക്കുകയാണ്. കുറച്ച് നേരം പിടിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ, ആരോ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ലൈൻ ആണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ ലൈന് ക്ലിയർ ആയിട്ട് വരും. സാധാരണ നമ്മൾ വരക്കുകയാണെങ്കിൽ ലൈൻ നമ്മൾ എങ്ങനെ വരക്കണം ആ രീതിയിലാണ് ഉണ്ടാകുക. പക്ഷേ ഒന്നിങ്ങനെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ രേഖയാവും. ഈ എസ് എന്നുള്ള ഭാഗം ഇപ്പോൾ എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തന്നെ വേറെ രീതിയിൽ കാണിച്ചു കൊടുക്കണം. അതിൻ്റെ ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ താഴെ കാണുന്ന ഈ പ്ലസ് ഐക്കണിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്ലസ് ഐക്കണിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മാഗ്നിഫയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രീനിൽ ഇതേപോലൊരു ലെൻസിൻ്റെ രീതിയിൽ വരുന്നതായിരിക്കും. ഇപ്പോൾ എനിക്ക് ഈ എസ് ആണ് കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വലിപ്പം കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറക്കണമെങ്കിൽ കുറക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഈ കാണുന്ന ഭാഗം സെലക്ട് ചെയ്താൽ ഇതേ രീതിയിൽ വലിപ്പം കൂട്ടാൻ പറ്റും. കുറക്കണമെന്നുണ്ടെങ്കിൽ കുറക്കും ചെയ്യാം. ഇനി ഈ ഭാഗം തന്നെ ഉള്ളിലുള്ള ഭാഗം സൂം ചെയ്യിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഈ പച്ച ബിന്ദു കാണുന്നത് അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ റൗണ്ട് ചെയ്ത് കാണിച്ചു കൊടുത്തു. പക്ഷേ അത് കുറച്ചുകൂടി ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് കാണണം. അപ്പോൾ അതിന് ഞാൻ ചെയ്യേണ്ടത് ഈ പ്ലസ് ഐക്കണിൽ തന്നെ സെലക്ട് ചെയ്തിട്ട് ഓപ്പാസിറ്റി എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓപ്പാസിറ്റി സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇവിടെ ഓപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതും അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് ഒരു ബ്ലിങ് ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, ഓപ്പാസിറ്റി കുറഞ്ഞു പോവുകയും നമ്മൾ ഹൈലൈറ്റ് ചെയ്ത ആ മാഗ്നിഫയർ ചെയ്ത ഭാഗം മാത്രം നല്ല തെളിഞ്ഞ് കാണുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്ക്രീൻഷോട്ടിൽ ഒരു പെർട്ടിക്കുലർ ഭാഗം കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല അന്തസ്സായിരിക്കും. നമ്മൾ എടുക്കുന്ന സ്ക്രീൻഷോട്ട് ഒരു PDF രീതിയിലാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇതേ രീതിയിൽ കട്ട് ചെയ്യേണ്ട ഭാഗമൊക്കെ ക്രോപ്പ് ചെയ്ത് കട്ട് ചെയ്യാം.
ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഏതെങ്കിലും ഡോക്യുമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്കൊരു PDF രീതിയിൽ അയച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുക്കുമ്പോൾ സേവ് ടു ഫയൽ എന്നുള്ളത് കൊടുക്കുക. സേവ് ടു ഫയൽ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു PDF രീതിയിൽ സേവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എവിടെ വേണ്ട വെച്ചാൽ അങ്ങനെ ചെയ്യാട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും എൻ്റെ ഒരു സ്ക്രീന്, ഇപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും പ്രോജക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടതെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യൽ ഏതെങ്കിലും ഭാഗം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും, സ്ക്രീൻഷോട്ട് എടുക്കും, പിന്നെ അതിൻ്റെ ബാക്കി സെറ്റ് ചെയ്യും, സ്ക്രീൻഷോട്ട് എടുക്കും, അങ്ങനെ പോലാണ് പതിവ്. പക്ഷേ ഐഫോണിൽ നമുക്ക് അതിന് എല്ലാം കൂടി ഒറ്റ ക്ലിക്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ആൻഡ്രോയിഡിലാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്താൽ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് സിമ്പിളാണ്. സ്ക്രീൻഷോട്ട് എടുക്കുക, എവിടെയെങ്കിലും വെച്ച് സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിനെ എഡിറ്റ് ചെയ്യുമ്പോൾ ഫുൾ പേജ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഫുൾ പേജ് നിങ്ങൾ സെലക്ട് ചെയ്തെടുത്താൽ ഇവിടെ ഫുള്ളായിട്ടുള്ള പേജ് സ്ക്രീൻഷോട്ട് ആയിട്ടുണ്ട്. അഥവാ ആ സൈറ്റ് മൊത്തമായിട്ട് നമുക്ക് ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ ഐഫോണിൽ എടുക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, പേജ് മുഴുവനായിട്ട് ലോഡായി കഴിഞ്ഞാൽ മാത്രമാണ് ഫുള്ളായിട്ട് സ്ക്രീൻഷോട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് സാധാരണ നോർമൽ സ്ക്രീൻഷോട്ടിലേക്ക് മാറും. അപ്പോൾ ഏതെങ്കിലും ബ്രൗസർ വഴിയുള്ള സ്ക്രീൻഷോട്ട് ഇങ്ങനെ എടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ പേജ് മുഴുവനായിട്ട് ലോഡാണ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഫുള്ള് കിട്ടും. ഇനി ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ സേവ് PDF ഫയൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഫയലിലേക്ക് പോയി ആ PDF ഓപ്പൺ ആക്കി നോക്കിയാൽ കണ്ടില്ലേ, ആ വെബ്സൈറ്റ് പൂർണ്ണമായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സ്ക്രീൻഷോട്ട് ഏതെങ്കിലും ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് കോപ്പി ചെയ്യണം. സ്ക്രീൻഷോട്ട് മാത്രമല്ല കേട്ടോ, ഏതെങ്കിലും ഫോട്ടോസ് ഉണ്ടെങ്കിൽ ആദ്യത്തെ ടെക്സ്റ്റും ഒക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഐഫോണിൽ കോപ്പി ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്ത് ഇവിടുന്ന് ഇപ്പോൾ ആവശ്യമുള്ള ടെക്സ്റ്റുകൾ എനിക്ക് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു സ്കാനർ പോലത്തെ ഒരു ഐക്കൺ ഉണ്ട്. അതിൻ്റെ മുകളിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ കാണുന്ന എല്ലാ ടെക്സ്റ്റുകളും ഇതുപോലെ ഹൈലൈറ്റ് ആണായിരിക്കും. ഏതെങ്കിലും ഭാഗം പെർട്ടിക്കുലർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാത്രം സെലക്ട് ചെയ്യുക. ഇതേ രീതിയിൽ ഏത് ഭാഗമാണ് വേണ്ടത് അതേ രീതിയിൽ അതിൻ്റെ മുകളിൽ ലോങ് പ്രസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ഭാഗം മാത്രം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി അതെല്ലാം എൻ്റയർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. സെലക്ട് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള മൊത്തം സെലക്ട് ആണായിരിക്കും. പിന്നെ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിനെ കോപ്പി നമുക്ക് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതൊക്കെയാണ് ഐഫോണിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോഴുള്ള നമുക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ചില ടിപ്സുകൾ. അപ്പോൾ ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. കഴിവിൻ്റെ പരമാവധി നിങ്ങൾ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നാലും പുതിയ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിക്കുക. We'll be right back.